ഒടുവിൽ ലോകത്തിലെ ഏറ്റവും നിസ്സഹായരാക്കപ്പെട്ട ആ പിഞ്ചുമക്കളുടെ നിലവിളി ഇന്ത്യൻ സിനിമാ ലോകത്തിന്റെ കാതുകളിലേക്കും എത്തിയിരിക്കുന്നു. നമ്മൾ രമിച്ച് ജീവിക്കുന്ന അതേ കാലത്ത് നമ്മുടെ ഉന്മാദങ്ങളുടെ ഭാരം ഏറ്റുവാങ്ങുന്ന അതേ ഭൂമിയുടെ ഒരു കൊച്ചു ബിന്ദുവിൽ നിന്നുയർന്ന രോദനങ്ങൾ അങ്ങനെ രാജ്യമെങ്ങും ഒരു പ്രതിഷേധ തീയായി പെയ്തു തുടങ്ങിയിരിക്കുന്നു. വംശഹത്യയുടെ 230-ലേറെ നാളുകൾ പിന്നിടേണ്ടി വന്നെങ്കിലും ഇതും ഒരു കനലാണ്. ലോകമെങ്ങും ഉയരുന്ന ആയിരക്കണക്കായ പ്രതിഷേധ ജ്വാലയ്ക്ക് മാറ്റുകൂട്ടുന്നൊരു ചെങ്കനൽ. റഫേൽ സൈനിസ്റ്റ് സേന ജീവനോടെ ചുട്ടരിക്കുന്ന പിഞ്ചു ജീവനുകൾക്കായി ആരംഭിച്ച സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ മലയാളം മുതൽ ബോളിവുഡ് വരെ നിരവധി നടീനടന്മാരാണ് പങ്കാളികളായിരിക്കുന്നത്. ഓൾ ഐസ് ഓൺ റഫ എന്ന പോസ്റ്റർ ഇൻസ്റ്റഗ്രാമിൽ 24 മണിക്കൂറിനുള്ളിൽ 10 മില്യണിലധികം ആളുകളാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഒപ്പം എക്സിൽ ഇതേ ഹാഷ്ടാഗ് ട്രെൻഡിങ്ങിലുമാണ്. സിനിമാ മേഖല മാത്രമല്ല, രാഷ്ട്രീയക്കാരും കായിക താരങ്ങളും യുവാക്കളും വിദ്യാർത്ഥികളും അടക്കം മിക്കവരും സ്റ്റോറിയാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തങ്ങളുടെ ഫലസ്തീൻ ഐക്യദാർഢ്യം. മലയാളത്തിൽ ദുൽഖർ സൽമാനാണ് ക്യാമ്പയിൻ പങ്കുവെച്ച് തുടക്കമിട്ടത്. പിന്നാലെ റിമ കല്ലിങ്കൽ, നിമിഷ സജയൻ തുടങ്ങി നിരവധി പേർ രംഗത്തെത്തി. മാധുരി ദീക്ഷിത്, പ്രകാശ് രാജ്, വരുൺ ധവാൻ, ആറ്റ്ലി, വിജയ് വർമ്മ, തൃപ്തി ദിംബ്രി, ഹിന ഖാൻ, സാമന്ത, സ്വര ഭാസ്കർ, ദിയ മിർസ, ഗൗഹർ ഖാൻ, ഫാത്തിമ സന ഷെയ്ഖ്, കീർത്തി സുരേഷ്, രാധിക ആപ്തെ, ആമി ജാക്സൺ, ആലിയ ഭട്ട്, പ്രിയങ്ക ചോപ്ര, കരീന കപൂർ, രശ്മിക മന്ദാന, സൊനാക്ഷി സിൻഹ, റിച്ച ചദ്ദ, ഹണി സിംഗ്, നോറ ഫത്തേഹി, ദിയ മിർസ, സോനം കപൂർ തുടങ്ങി നിരവധി ബോളിവുഡ് കോളിവുഡ് സെലിബ്രിറ്റികളാണ് ഇൻസ്റ്റഗ്രാമിൽ ഓൾ ഐസ് ഓൺ റഫ എന്ന പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ ചിഹ്നമായ വാട്ടർമെലൻ ബാഗുമായി എത്തിയ മലയാളി താരം കനി കുസൃതിയും ഏറെ ചർച്ചയായിരുന്നു. ഗോൾഡൻ പാമിനു വേണ്ടി മത്സരിക്കുന്ന ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന്റെ പ്രീമിയർ ഷോക്ക് പങ്കെടുക്കാൻ എത്തിയതായിരുന്നു കനി കുസൃതി. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലായിരുന്നു റഫേലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 45 പേരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ വലിയ ആഗോള രോഷത്തിന് ഇത് കാരണമായി. ഇസ്രായേൽ സൈന്യം കൊന്നുകളഞ്ഞ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ഹൃദയഭേദകമായ ചിത്രങ്ങളും വീഡിയോകളുമാണ് ട്വിറ്ററിൽ പ്രചരിക്കുന്നത്. വെടിയുണ്ട തുളച്ചുകളഞ്ഞ കുഞ്ഞിന്റെ തലയും പിടിച്ചു നിൽക്കുന്ന രക്ഷാപ്രവർത്തകരും, കഴുത്തറ്റുപോയ ഉടലിൽ ബാക്കിയായ കുഞ്ഞുമകളുടെ ശരീരം ചേർത്ത് പിടിച്ചു നിൽക്കുന്ന പിതാവും, ബോംബുകൾ തുപ്പിയ തീയിൽ വെന്ത് നീറിപ്പോയ കുഞ്ഞുടലുകൾ പിടിച്ച് അലമുറയിട്ട് കരയുന്ന മാതാപിതാക്കളുടെ ചിത്രങ്ങളും വീഡിയോകളും മനുഷ്യരായവർക്ക് കാണാവുന്നതിലും അപ്പുറമാണ്. വെന്തുമരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. ഗർഭിണികളും ഇതിൽ ഉൾപ്പെടും. നിരവധി കുട്ടികളുടെ ചിന്നിച്ചിതറിയ ശരീരങ്ങൾ സ്ഥലത്തുനിന്ന് കിട്ടിയെന്ന് രക്ഷാപ്രവർത്തകരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കത്തിക്കരിഞ്ഞ ശരീരങ്ങൾ, ചിന്നിച്ചിതറിയ കൈക്കാലുകൾ, പൊള്ളലേൽക്കുകയും അംഗവിഹീനരാവുകയും ചെയ്ത കുട്ടികളും സ്ത്രീകളും വയോധികരുമാണ് എല്ലായിടത്തും. റഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകളാണ് എല്ലാവർക്കും പങ്കുവെക്കാനുള്ളത്. ഞങ്ങളെല്ലാം ടെന്റിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ക്യാമ്പിൽ ബോംബ് പതിക്കുന്നത്. കുടുംബത്തിലെ 5 പേരെ എനിക്ക് നഷ്ടപ്പെട്ടു. എല്ലാവരും പൂർണ്ണമായി കത്തിക്കരിഞ്ഞിരിക്കുന്നു. ഗർഭിണിയായ ഒരു സ്ത്രീയും അക്കൂട്ടത്തിലുണ്ട്. ഈ ആക്രമണം നടക്കും വരെ ഇവിടം സുരക്ഷിതമാണെന്നാണ് അവർ എപ്പോഴും പറഞ്ഞിരുന്നത്. ഇന്നലെ റഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ അൽ ജസീറയോട് പങ്കുവെക്കുന്നു മാജിദ് അൽ അത്താർ എന്നയാൾ. ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഗസയിലെ ബെയ്ത്ത് ലാഹിയയിൽ നിന്ന് കുടുംബത്തോടൊപ്പം റഫേലിലേക്ക് പലായനം ചെയ്തതായിരുന്നു മാജിദ്. UN സംരക്ഷണമുള്ള മേഖല സുരക്ഷിതമാണെന്നായിരുന്നു അന്ന് രാത്രി വരെ മാജിദും കുടുംബവുമെല്ലാം വിശ്വസിച്ചിരുന്നത്. നിരവധി കുട്ടികളുടെ ശരീരങ്ങൾ സ്ഥലത്തുനിന്ന് കിട്ടിയെന്ന് മുഹമ്മദ് അൽ മുഖയ്യർ വാർത്താ ഏജൻസിയായ AFPയോട് വെളിപ്പെടുത്തുന്നു. കത്തിക്കരിഞ്ഞ ശരീരങ്ങൾ, ചിന്നിച്ചിതറിയ കൈക്കാലുകൾ, പൊള്ളലേൽക്കുകയും അംഗവിഹീനരാകുകയും ചെയ്ത കുട്ടികളും സ്ത്രീകളും വയോധികരും, ഇതൊക്കെയായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. മുഖയ്യർ വിവരിക്കുന്നുണ്ട് ഇങ്ങനെ: ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്തവരാണ് തൽ അൽ സുൽത്താനിൽ ടെന്റ് കെട്ടി താമസിക്കുന്നത്.
ഇവർക്കുമേലാണിപ്പോൾ ഇസ്രായേൽ 907 കിലോഗ്രാം ഭാരമുള്ള ബോംബുകൾ വർഷിപ്പിച്ചതെന്ന് ഗസ മീഡിയ ഓഫീസ് പറഞ്ഞു. മേഖലയിൽ UN അംഗീകാരമുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടക്കുന്ന 10ാമത്തെ ആക്രമണമാണിത്. റഫയിൽ ഇന്നും സയനിസ്റ്റ് സേന ആക്രമണം തുടരുകയാണ്. ഇസ്രായേൽ നടത്തിവരുന്ന അതിക്രമങ്ങളിൽ ഇതുവരെ 36,000-ഓളം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇത് വെറുമൊരു നമ്പറല്ല, മനുഷ്യരാണ്, കിനാക്കളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നവർ, ഉപരോധങ്ങളിലും സന്തോഷത്തിന്റെ ലോകം കെട്ടിപ്പടുത്തവർ. waytonikah.com, the exclusive Muslim matrimonial site.